ഇതിനെക്കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും സംശയമാണ് എന്ത് കാരണം കൊണ്ടാണ് ചെയ്യുമ്പോൾ ഈ പൊടി തറയുന്നതെന്ന്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് പൊടി തറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വരുന്നത് ഒരു ബ്ലേഡ്, ഒരു അടപൊടി, അതായത് താങ്ങുപൊടി. അപ്പോൾ ഈ താങ്ങുപൊടിയുടെ ഈ കറക്റ്റ് വശം ഇതേ മാതിരിയിട്ട് സീറ്റിംഗ് ആയിട്ടില്ല. ബ്ലേഡുമായിട്ട് ഒരു രീതിയിലുള്ള ക്യാമ്പ് വരാൻ പാടില്ല. അതായത് നമ്മൾ എടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ ബ്ലേഡിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ പൊടി തറയാതിരിക്കാൻ പൊടി തറയാതിരിക്കുന്ന ഒരു കാരണം അതാണ്. അവസാനം നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചിന്തേൻ്റെയും ബ്ലേഡിൻ്റെ ഇടയിൽ ക്യാമ്പ് വരാൻ പാടില്ല. അപ്പോൾ അത് ആദ്യം കറക്റ്റ് ചെയ്യുന്നത് മെയിൻ കാര്യമാണ്. രണ്ടാമത്തത് ബ്ലേഡിൻ്റെ ക്വാളിറ്റി. ബ്ലേഡ് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഇല്ലെങ്കിൽ പൊടി കയറും. നമുക്ക് ബ്ലേഡ് ടെമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലേഡ് ഫ്ലെക്സിബിൾ ആയി കൊടുത്തു കഴിഞ്ഞാൽ, അതായത് തടിയുമായി ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സിബിൾ ആയി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പൊടി തറയും. മൂന്നാമത് ഇതിനിടയിൽ സെറ്റ് ചെയ്യുന്ന ഒരു ആപ്പ്. ഈ ആപ്പ് കറക്റ്റ് അളവിൽ തന്നെ സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ആപ്പ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചീവലിയുടെ ഫ്രണ്ട് വശം ബ്ലേഡിൻ്റെയും ചീവലി സെൻറ്റർ വശം കറക്റ്റായിട്ട് ഈ ഒരു ആംഗിൾ ടൈറ്റ് ആകുമ്പോൾ വാ കൂട്ടിപ്പിടിക്കുന്ന മാതിരിയിട്ട് സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ചീവലി സെറ്റ് ആവത്തില്ല. ഇത് നമുക്ക് ഒരു കാർപ്പൻ്റെ സംബന്ധിച്ച് നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ആരും ഉണ്ടാക്കി തരത്തില്ല. അപ്പോൾ ഇത് വരാനുള്ള കാരണങ്ങളും കാര്യങ്ങളും ഇതാണ്. ഈ 3-4 കാരണങ്ങൾ ചെക്ക് ചെയ്യാറാണ് ഒരു ചിന്തയിൽ കറക്റ്റ് ആവുക.